നമസ്കാരം. ഡയാന, വൺസ് അപ്പോൺ എ ടൈം കൊച്ചിൻ. അതെ 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 മാഡം അല്ലേ? അതെ. കൺഗ്രാറ്റുലേഷൻസ്. ഇതെന്തിനാ? രക്ഷപ്പെട്ടില്ലേ? ഞാൻ കുറച്ചു നാള് മുൻപേ രക്ഷപ്പെട്ടതാണല്ലോ. ഈ വിനയം, ഇതാണ് ഡയാനയുടെ ഐശ്വര്യം. അല്ല, സാധാരണ ഏതെങ്കിലും ഒരു ദൈവം ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഡയാനയുടെ വിനയം ഇവിടെ എന്താ ഐശ്വര്യം എന്ന് മനസ്സിലായില്ല. കോടീശ്വരി അല്ലേ? കോടീശ്വരി. അതിന് മാത്രമുള്ള പൈസയൊന്നും ഈ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അയ്യോ, ഇനി പിഷാരിന്റെ കാശും വേണ്ട, ഈ ജോലിയും വേണ്ട. ചേട്ടാ, ഉള്ള കഞ്ഞിയിൽ പാറ്റയിടല്ലേ. സസ്പെൻസ് കാര്യം പറയൂ നിങ്ങള്. ഒന്ന് ഡയാന മാഡം, ഒരിക്കലും ഇനി പേടിക്കണ്ട. ഇനി ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ വേണ്ട. ഇവിടെ വന്ന് ഈ വളവളാന്ന് വർത്താനം പറയണ്ട. പിന്നെ ഡയാനെ രക്ഷപ്പെടുത്താൻ, പിഷാരിനെ രക്ഷപ്പെടുത്താൻ, കേരളത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാണെന്നോ? ക്രാന്തദർശി, വ്യവസായ പ്രമുഖൻ, കോടാനുകോടി സ്വത്തിന്റെ അധിപൻ, സർവോപരി പ്രവാസി. വിളിക്കട്ടെ? ഇങ്ങോട്ട് വന്നേ, കേറി വാ. കണ്ടോ? ഡയാനക്കെന്നെ മനസ്സിലായോ? പറ 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 പറ. അതെ, അത് തന്നെ. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ലാഗ് അടിക്കുന്നുണ്ടോ? എൻട്രി നന്നായെങ്കിലും വന്നപ്പോ തന്നെ ലാഗ് വരുവാ. ആണോ? എന്നെ ലാഗ് അടിക്കണ്ട, പിഷാരടി പറയൂ. പറ പറ. ലാഗടിക്കുന്നു. അതെ, ഇവിടെ ഒരാൾക്കും അങ്കിളിനെ മനസ്സിലായിട്ടില്ല. വെറുതെ ലാഗ് അടുപ്പിക്കാതെ ആ കൊച്ചിനോട് ആരാന്നുള്ള കാര്യം പറയും. ആ കൊച്ചു പറ്റാക്കൊന്ന് വീഴും. അതെ ഡയാന, എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു 24 വർഷം പിന്നോട്ട് നടക്കണം. ഞാൻ മുന്നോട്ട് പോലും നടക്കാറില്ല, കാറിലാ പോവാറ്. 24 വർഷങ്ങൾക്ക് മുമ്പ് ഡയാന അന്നൊരു കുഞ്ഞു വാവയായിരുന്നു. തൊട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞു വാവ. ആ വാവയുടെ ദേഹത്ത് കിടന്ന സ്വർണത്തിന്റെ അരഞ്ഞാണം, സ്വർണത്തിന്റെ വള, സ്വർണത്തിന്റെ തള, ഇതെല്ലാം ഒരു കള്ളനം നടിച്ചുകൊണ്ടുപോയി. ആരെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നോ മോളോട്? ഉണ്ട്, മമ്മി പറഞ്ഞിട്ടുണ്ട്. കാര്യം അടിച്ചോണ്ട് പോയിന്ന്. അന്ന് അടിച്ചോണ്ട് പോയത് കള്ളനല്ല, നിന്റെ അങ്കിളായ ഈ അല്ലു അങ്കിൾ. കൊച്ചിന്റെ കയ്യിൽ നിന്ന് പാദസരം സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോവാൻ താനല്ല അങ്കിൾ. അങ്കിൾ അങ്കിൾ എന്ന് പറഞ്ഞ് വന്നേക്കുന്ന ഇത്രയും വർഷത്തിന് ശേഷം തന്നെ ഞാൻ നോക്കിയിരിക്കും. വിഷയം ഉണ്ടാക്കരുത്. അതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഈ അങ്കിൾ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിലുള്ളതെല്ലാം ഡയാനക്കുള്ളതാണ്. അല്ല, ദുബായിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഉള്ള അനുഭവമാണിത്. പെട്ടി കണ്ടു കഴിഞ്ഞാൽ ആളെ മറന്നു പോകും. പെട്ടി പിടിച്ചോളൂ, പെട്ടി എടുത്തോളൂ, പെട്ടി എടുത്തോളൂ. ഇതൊക്കെ എനിക്കല്ലേ അങ്കിൾ? അല്ലേ അങ്കിൾ അല്ല, അല്ലു അങ്കിൾ. ഞാൻ ഈ അല്ലു അങ്കിൾ വന്നതിന്റെ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കിടുകയാണ്. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി അല്ല, ചോക്ലേറ്റ്. ചോക്ലേറ്റ്. എല്ലാവർക്കും സമ്മാനമുണ്ട്. എല്ലാവർക്കും ഒത്തിരി സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഒരു എൻട്രി ഒരു പഞ്ചായിരിക്കണം. ആ പച്ച ചുരിദാർ ഇങ്ങോട്ട് വരും. ഒത്തിരി സമ്മാനങ്ങളാണ്. പിടിച്ചോളൂ. ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാം ഓഡിയൻസിന് കൊണ്ടുപോകാം, ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ. എന്റെ ഒരു സന്തോഷം. ഡ്രൈവർ പെട്ടിയെടുക്കും. ഡയാന പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ഒരു ധനികനായ അമ്മാവനുള്ള കാര്യമില്ല. സുധീഷേട്ടൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അറിയില്ല പറഞ്ഞു. ഞങ്ങള് കാത്തിരിക്കുവായിരുന്നു, എന്തെങ്കിലും വരുമെന്ന് അറിയായിരുന്നു. അപ്പൊ നിങ്ങൾക്കുള്ള സമ്മാനം അല്ല, എനിക്ക് എന്തെങ്കിലും സസ്പെൻസ്. സസ്പെൻസ്. മോതിരം പൂമ ബാം. അയ്യോ, ബ്രാൻഡഡ് ആണ്, ബ്രാൻഡഡ് ആണ്. പൂമയുടെ ബാമോ? ഇതാണോ 20 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് കൊണ്ടു തന്നെ? ഇത് നാട്ടുകാർക്ക് ഒരു തലവേദനയാണെന്ന് അറിഞ്ഞു, ആ തലവേദന മാറാൻ വേണ്ടി കൊണ്ടുവന്നു.
എനിക്ക് എന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? സുധീഷിക്ക് ഞാൻ ഒരു സമ്മാനം തരാൻ വേണ്ടി അവിടെ അന്വേഷിച്ചു. കിണ്ടിയായിരുന്നു ഞാൻ നോക്കിയത്, പക്ഷെ അവിടെ ഇല്ല. ദുബായിൽ കിണ്ടിയില്ല. എങ്കിലും ഒരു എമർജൻസി. ചുമ്മാ കാത്ത് മുഖക്കോട്ടം കത്തട്ടം കണ്ടു തിളങ്ങട്ട കത്തിച്ചു. അപ്പൊ സന്തോഷമല്ലോ. ഡ്രൈവർ പട്ടിയെടുക്കും, പെട്ടിയെടുക്കും. അല്ലു അങ്കിൾ, എല്ലാവരും മനസ്സിൽ കയറണം. അല്ലു അങ്കിൾ എന്ത് സാധനം നമ്മൾ കൊടുക്കും. അതെ, പിഷാരടിക്ക് ആളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ല. തരാം. ആ പിഷാരടി ഈ ഫേസ്ബുക്ക് ഒന്നും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നും ചെക്ക് ചെയ്യാറില്ലേ? നമ്മളുണ്ടല്ലോ അതിനകത്ത്. ഇല്ല നിങ്ങളില്ലേ? ഉണ്ടല്ലോ ചെക്ക് ചെയ്യാറ്. എന്നിട്ടും ആളെ മനസ്സിലായില്ല. നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമും നോക്കാറില്ല, ആളെ മനസ്സിലായില്ല. വൈറലല്ലേ, വൈറൽ. പിന്നെ ലോകം മുഴുവൻ വൈറലായി നിൽക്കുന്ന ആളല്ലേ. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഈ ആളെ എന്റെ വണ്ടി കയറ്റി വന്നപ്പോ ആലുവയിൽ ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിൽ വണ്ടി നിർത്തിയപ്പോ അവിടെ നിന്നുകൊണ്ട് ആൾക്കാർ വിളിച്ചു നോക്കിയാ ആ അങ്കിളല്ലേ ഈ അങ്കിൾ, ഈ അങ്കിളല്ലേ ആ അങ്കിൾ, ഈ അങ്കിൾ. ആ മുട്ടായി കഴിക്കും. എന്നിട്ട് ഞാൻ എന്ത് അറിയാമോ, എന്റെ കാറിന്റെ സീറ്റിലുണ്ടായിരുന്ന എന്റെ ടവലില്ലേ, ആ ടർക്കി എടുത്തിട്ട് ഞാൻ ചില്ലിന്റെ ഉള്ളിൽ മാറ്റിയിട്ടിട്ട് മൂടി പൊതിഞ്ഞ് ഈ ആളെ ഇവിടത്തോളം വരെ എത്തിച്ചത്. എന്താ വൈറലായത് എന്താണ്? ഞാൻ പാട്ട് പാടും. പാട്ട് പാടിയത് വൈറലായോ? ആ പാട്ട് പാടി വൈറലായി. ഞാൻ വരികൾ എഴുതി പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടുവോ? അങ്ങനെ പെട്ടെന്ന് പാടാൻ പറ്റില്ല, വന്നല്ലേ ഉള്ളൂ. നമുക്ക് പിന്നീട് പാടാം. ആ പിഷാരടി, ആ. എനിക്ക് കുറച്ച് സ്ഥലം കിട്ടുമോ? ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എറണാകുളത്ത് 1-2 സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പർട്ടി നോക്കാൻ. അല്ല ഞാൻ വേണമെങ്കിലേ കോഴിക്കോട് ഒരു സ്ഥലം നോക്കാൻ വേണമെങ്കിൽ കോഴിക്കോട് ലോങ്ങാ, ഇവിടെ നിന്ന് ലോങ്ങാ ആണോ? ഇവിടെ തന്നെ കിട്ടും. അല്ല ഞാൻ എറണാകുളത്ത് തന്നെ ആ. നമ്മുടെ 1-2 പരിചയക്കാരുണ്ട്. അവര് ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ട് 1-2 നല്ല പ്രോപ്പർട്ടീസ് കാണിച്ചു തരാം. എത്ര ഏക്കർ വേണം? ഏക്കറ് പറഞ്ഞോ. എനിക്കൊരു പാവിരിക്കാനുള്ള സ്ഥലം മതി. പാവിരിക്കാനോ? ഇവിടെ അങ്ങനെ പാവിരിക്കാനും കിടത്താനും ഒന്നും പറ്റിയല്ല. നമുക്ക് മനസ്സിലായി. വേണ്ട. നടക്കില്ല കേട്ടോ. വേണ്ട ആ വേണ്ട. ഫുഡ് കിട്ടുമോ? ഫുഡോ? വിശന്നിട്ടുണ്ട്. ഫുഡ് വേണമെങ്കിൽ ഇവിടെ തൊട്ട് ബാക്കി പോയ ക്യാൻറ്റീനിൽ പോയ രാവിലത്തെ ഇഡലി ഉണ്ടാവും. രാവിലത്തെ ഇഡലി എന്നൊക്കെ പറഞ്ഞാ ഒരു 3 കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ആ എങ്കിൽ ഡ്രൈവർ വണ്ടി എടുക്കൂ. എവിടേക്കാണ് ഓട്ടം? അൽ ഇഡലിപുര. അയ്യോ ബാഗ്. അയ്യോ അയ്യോ, പറ്റി.